കോഴിക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥി മരിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി അടക്കം ഇതിന് ഉത്തരവാദിയാണ് എന്നാണ് ഇപ്പോൾ ആ വീട് സന്ദർശിച്ച KC വേണുഗോപാൽ പറയുന്നത്. SFI പ്രവർത്തകരെ ഒരു ഗുണ്ടാ സംഘങ്ങളാക്കി അഴിച്ചുവിടുകയാണ് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. അല്ലാതെ ഗവൺമെൻറ് ശക്തമായി അന്വേഷിച്ച് കുറ്റക്കാരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. ആരായാലും SFI ആയാലും ശരി, CPM ആയാലും ശരി, DYFI ആയാലും ശരി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം ആര് തെറ്റ് ചെയ്താലും, അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയും, ആര് തെറ്റ് ചെയ്താലും നിയമത്തിൻ്റെ മുമ്പിൽ ആ പ്രതികളെ കൊണ്ടുവന്ന് ശിക്ഷിപ്പിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതാണ് ഇതുവരെ കേരളം കണ്ടിട്ടുള്ളത്. അതിൽ SFI ആയാലും ശരി, ആരായാലും ശരി. SFIയിൽ പിന്നെ ലക്ഷക്കണക്കിന് കുട്ടികളുണ്ടല്ലോ. ഞാൻ നിരവധി തവണ നിങ്ങളോട് പറഞ്ഞതല്ലേ, BJPൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, കോൺഗ്രസിൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികളുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ കുടുംബത്തിൽ നിന്നോ CPMൻ്റെ കുടുംബത്തിൽ നിന്നോ വരുന്ന കുട്ടികൾ മാത്രമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായും എന്തെങ്കിലും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിയുടെ മുകളിൽ നിങ്ങൾ ഇടണ്ട, SFIയുടെ മുകളിലും ഇടണ്ട. SFI ഇതിനോടൊന്നും ഓൺ ചെയ്യില്ല. ഇത്തരം പ്രവൃത്തികളെല്ലാം ഡിസ്റ്റോൺ ചെയ്തിട്ടുള്ള പാരമ്പര്യമാണ് ആ സംഘടനയ്ക്കുള്ളത്. അന്വേഷണത്തിൻ്റെ ഭാഗമായി ഒരു പ്രതിയെയും രക്ഷിക്കാനുള്ള നടപടി SFIയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല, CPIMൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. കുട്ടിയുടെ അച്ഛനും പറഞ്ഞത് ഈ പ്രതികൾക്ക് സംരക്ഷണം നൽകുന്നത് പാർട്ടിയാണെന്നാണ്. CPM അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഉണ്ടാകില്ല എന്നുള്ളതിൻ്റെ നിരവധി തെളിവുകൾ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. എന്ന് ഇത് ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആൾക്കാർക്ക് അതിൽ ഉറച്ചു നിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് സംശയിക്കരുത്. അത് ഈ കേരളത്തിൽ നിരവധി സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ SFIക്കാരുടെ പേരിൽ തന്നെ എത്ര കേസ് എടുത്തിട്ടുണ്ട്? അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനൊന്നും ഞങ്ങളാരും ഓൺ ചെയ്തിട്ടില്ലല്ലോ, ഡിസോൺ ചെയ്തിട്ടേ ഉള്ളൂ. ഓക്കെ.